അത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ AD പോളി മറ്റു ഈ ജംഗ്ഷനിലെയും ഈ പ്രദേശത്തുള്ള പരിസരവാസികളെ എൻ്റെ ഗുരുജനങ്ങളെ ഇത് ഒരു 40 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണത്. ഈ ഈ ക്ഷേത്രം പൊളിച്ചു പോണ രീതിയിലാണ് ഇവിടെ ഒരു മഞ്ഞ പെയിന്റ് അടിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇതിന് മുമ്പ് PWD റോഡ് അളന്നപ്പോ ഉള്ള മഞ്ഞ പെയിന്റ് അടിച്ചത് അവിടെയാണ്, ആ സ്ലാബിന്റെ അപ്പുറത്ത്. അത് മാറ്റി അവിടുന്ന് ഈ അമ്പലം തകർക്കണം, ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കണം എന്നുള്ള ഗൂഢലക്ഷ്യം വെച്ച് ഇവിടുത്തെ കുറച്ച് ആളുകളുടെ താല്പര്യം അനുസരിച്ച് ഒരു വ്യക്തിക്ക് പട്ടയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ദുഷ്പ്രവൃത്തിയാണിത്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും, ഒരു അമ്പായാലും ഒരു ദേശവിളക്കായാലും ഇവിടെ ദേവിയുടെ ഉത്സവം, ഞങ്ങൾ കുംഭമാസത്തിൽ മുടിയ ആടുന്ന ഒരു ഉത്സവം വരുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദ ജീവിത സാഹചര്യം ഇവിടെ തച്ചുടക്കുകയാണ്. അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യാജ പട്ടയം ഉണ്ടാക്കി കൊടുക്കണേ ഒരു ദല്ലാള്, ആളെ പേരെടുത്ത് പറയണ്ട, ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഈ പാവങ്ങളെ നിസ്സാര പൈസക്ക് ഇവിടെ കൂലിപ്പണി ചെയ്ത് ഒരു ഉത്സവം വന്നാലും ഒരു അമ്പ് വന്നാലും, ഒരു അമ്പ് കയറ്റുന്ന സ്ഥലമാണ് ഇപ്പൊ ആ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ ഒരു പന്തലിട്ട് കൊണ്ടിരുന്ന. ഇപ്പൊ അവിടെ പന്തലിടണമെങ്കിൽ റോട്ടിലിടണം. അമ്പ് കയറ്റി നമുക്ക് ഏത് പുണ്യാണായാലും കയറ്റി അവിടെ നിന്ന് സ്തുതിക്കണമെങ്കിലോ ഒരു മെഴുകുതിരി എത്തിക്കണമെങ്കിലോ അതിനുള്ള സാഹചര്യം ഇല്ലാണ്ടായി. ഇപ്പൊ റോഡിന്റെ നടുക്ക് കുറ്റിയടിച്ച് പന്തലിട്ട് പുണ്യാളിനെ കയറ്റി പോകേണ്ട ഒരു സാഹചര്യമായി. ഇത്രമാത്രം മുരിങ്ങൂര് ഏഴാറ്റുമുഖം യഥാർത്ഥ റോഡിന്റെ വീതി 14 മീറ്റർ ഇരിക്കെ ഇവിടെ വന്നപ്പോൾ, അമ്പലത്തിന്റെ അടുത്ത് വന്നപ്പോൾ 12 മീറ്ററും, അങ്ങോട്ട് കുറച്ച് ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്ത് എത്തിയപ്പോൾ 10 മീറ്ററായി. ഇത് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തികം കൊടുത്ത് അവരെ കൈക്കലാക്കിയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഏത് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഏത് ഭരണമായിക്കോട്ടെ, ആര് വന്നാലും ശരി, ഇങ്ങനെ സാമ്പത്തികം പിന്നിക്കൂടെ കാശും മേടിച്ച് തോന്നിമാരി പട്ടയം ഉണ്ടാക്കി കൊടുക്കണ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണം. അതിന് നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഓരോ പ്രദേശത്തും, ഇപ്പൊ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രശ്നം അങ്ങോട്ട് നീങ്ങുമുണ്ടാവും. അപ്പൊ ഈ പ്രദേശത്തെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നമ്മുടെ ഈ റോഡിന്റെ യഥാർത്ഥ വീതി അളന്ന് തിട്ടപ്പെടുത്തി അതിന് നല്ല രീതിയിലുള്ള ഒരു വീതി വരണം. അതുമാത്രമല്ല, മെമ്പറും AD സംസാരിച്ച പോലെ ഇവിടെ ഒരു ജംഗ്ഷനാണ്, ഒരു 3 കൂടി ജംഗ്ഷനാണ്. അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തില് ചാലക്കുടിയിൽ നിന്ന് 30 കിലോമീറ്റർ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ ഇതിലെ നമുക്ക് 20 കിലോമീറ്ററിൽ എത്താൻ കഴിയും. അത്ര ഇവിടെ നോക്കിക്ക, അതിരപ്പള്ളിക്ക് അതിൽ പോകണം. പിന്നെ അവരുടെ വിചാരം എന്നിട്ടാ ഇത് ജംഗ്ഷനിൽ 5 മുഴുവൻ കാടെന്ന. ഇത്രമാത്രം ഈ ജംഗ്ഷനിൽ വീതി കുറഞ്ഞപ്പോ ഏതൊരു മനുഷ്യനായാലും ഞെട്ടിപ്പോകും. അപ്പോ ആ ഒരു സാഹചര്യം മാറ്റിവെച്ച് എല്ലാ ആളുകൾക്കും ഉപകാരമായ വിധത്തില് ഈ റോഡിന്റെ യഥാർത്ഥ വീതി എടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ട് കഴിച്ചാലും ഞങ്ങൾ നേരിടും. ഏത് വലിയവനും ചെറിയവനും ഞങ്ങൾ കളയും. ഈ ജംഗ്ഷൻ കളയാൻ പറ്റില്ല. ജംഗ്ഷൻ പഴയ വീതി എടുക്കണം, പഴയ അളവ്, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഏത് ഉദ്ദേശം വന്നാലും ചെയ്യാ. ഇവിടെ ഓടിയ ഈ കള്ളപ്പണം വെടുത്ത് തിന്ന് അവൻ്റെ മോന്ത വീഴ്പ്പെടുത്ത് പോയി ചെറിയ കണ്ണീര് പറ്റുണ്ടേക്കാ. എനിക്കത്ര പറയാനുള്ളൂ. അമ്പലം നിലനിർത്തണം. ഈ സ്ഥലം ഈ ജോണി മൈപ്പാൻ്റെ ആയിരുന്നു. ഇപ്പം നിലവിൽ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് നമ്മുടെ നാരായണചേട്ടനാണ് 2005. അപ്പം അന്ന് അവർ ഈ കെട്ട് വന്നിട്ട് ഇവിടം വരെ ഇതിൻ്റെ കെട്ട് നിർത്തേക്കണതിൻ്റെ കാരണം ഏതാണ്ട് ഇവിടം വരെ ഉള്ളത്. അപ്പം അതിന് ശേഷമാണ് ഇപ്പം ഇവിടെ നിലവിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഒരു PWD കെട്ടുണ്ടായി. ആ കെട്ടുമേന്ന് ചാടി ഇവിടുത്തെ ഒരു ചെറിയൊരു ഓളം പോലെ ഒരു ചെറിയൊരു ഓളി പോലെ ഒരു സ്ഥലം ഉണ്ടായി. അവിടെ ചക്കുമശ്ശേരി ഗോപി എന്ന് പറഞ്ഞ ആളുടെ സ്ഥലമായിരുന്നു. അവിടെ ഞാറ് പാവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഞാറ് പറിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഈ കെട്ടുമേന്ന് ചാടിയാണ് ഞങ്ങൾ ഈ ജെയിംസിന്റെ വീട്ടിലൊക്കെ പോയി കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ നോക്കുന്ന ആ കെട്ട് കാണാനില്ല, അതിന്റെ കല്ല് മാത്രം അവിടെ കിടക്കുന്നുണ്ട്, ബാക്കി സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതിന് ശേഷം ഇത്രയും സ്ഥലം ഇവിടെ കിടക്കുമ്പോൾ
അന്ന് 3 ബസ്സുകൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്യും. ശരിക്കും പ്രൈവറ്റ് സ്റ്റാൻഡ് പോലെയായിരുന്നു ഈ സ്ഥലം. ഈ മരം വലുതായപ്പോൾ ഇത്രയും സ്ഥലത്ത് അവർക്ക് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അമ്പലത്തിന്റെ വിളക്ക് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇവിടുന്ന് തുടങ്ങി ഇത്ര സ്ഥലം വരെ ഇവിടെ ഈ അമ്പലം ചെറുതാണെങ്കിലും ഇത് വിളക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൊത്തം ആളുകളുടെ ഒരു ഉത്സവം പോലെയാണ്. ദേശവിളക്കാണ്. ആ ദേശവിളക്ക് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണിത്. അപ്പൊ ഇവിടെ അതെ ഈ ദേശവിളക്ക് നടത്താനായിട്ട് ഈ പ്രദേശവാസികളൊക്കെ വരും. ഇവിടെ മാത്രമല്ല, പാലശ്ശേരി, ഏഴാറ്റുമുഖം, കുന്നപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ആളുകൾ ഒരുപാട് തടിച്ചു പോകുന്ന സ്ഥലമാണ്. അന്ന് ഇവിടെയൊക്കെ അതൊരു പൊതു സ്ഥലമായിരുന്നു. ഇന്നിപ്പോ ഞങ്ങൾക്ക് അതൊക്കെ നഷ്ടപ്പെടാണ്. മനസ്സിലായോ? അതായത് ഈ നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സ്ഥലം പോലും അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുറ്റക്കാരാണ്. അതിന്റെ പേരിൽ മാത്രമേ ഞങ്ങൾ ഇതിൽ ബന്ധപ്പെടുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരാളോടും വരായിരുന്നു. ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങളിത് വെയിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങള് CM കൊടുക്കാനായിട്ടെല്ലാം തയ്യാറാക്കി വെച്ചായിരുന്നു. അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാൻഡ് ട്രിബ്യൂണലിൽ പട്ടയം റദ്ദ് ചെയ്യാൻ വേണ്ടി അപേക്ഷ തയ്യാറാക്കി ഒപ്പിടിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. അത് കൊടുക്കാതെ വെച്ചിരിക്കായിരുന്നു. ഇന്നലെ രാത്രി വന്ന് ഈ കല്ലടിച്ച് നമ്മളെ ഈ ജനങ്ങളെ മുഴുവൻ മണ്ടന്മാരാക്കിയപ്പോഴാണ് ഇവിടെ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരുന്നവര് അവിടുന്ന് കയറ്റി. കാരണം അവിടെ വീതിയില്ല. ഈ ഓട്ടോറിക്ഷ ഇവിടെ പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ആളുകളെ മനഃപൂർവ്വം ഇവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ കല്ല് ഇവിടെ അടിച്ച് ഇങ്ങനെ അവരുടെ ആ ഗുണ്ടായസം കാണിച്ചത്. ഇതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോ ഞങ്ങള് നിങ്ങളെ വിളിച്ചതും ഈ കാര്യം ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് ഇവിടെ ഉള്ളവരും വന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോ ഇത് കോംപ്രമൈസ് ആക്കി പോകാൻ ഒരു ഇഷ്ടക്കുറവില്ല. കാരണം ഇവരും ഇവിടെ ജനിച്ചു വളർന്നവരാ. അവർക്ക് ഇവിടെ ജീവിക്കണം. സ്വാഭാവികമായിട്ട് അവര് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റില്ല. അവരൊരു പട്ടയം വാങ്ങിച്ചു, ഓക്കെ, അതിന് പൈസ മുടക്കിയിട്ടുണ്ട്. പൈസ വാങ്ങിച്ച ആൾക്കാരൊക്കെ നമുക്കറിയാലോ. അപ്പൊ പൈസ കൊടുത്ത് അവര് പട്ടയം കൈക്കലാക്കി. അപ്പൊ അതിന് മുഴുവൻ നമ്മളിപ്പോഴും പറയുന്നില്ല. അന്നുണ്ടായിരുന്ന 20 മീറ്റർ വീതി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇപ്പൊ മെമ്പർ പറഞ്ഞ പോലെ ഒരു 15 മീറ്ററെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മളത് കോംപ്രമൈസിന് തയ്യാറാണ്. ആ നിലയ്ക്ക് സംസാരിച്ചിട്ട് അത് നടക്കാതെ വന്നപ്പോൾ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വന്നു. ഇന്ന് രാവിലെയും കൂടെ എന്നെ 3 പേര് വിളിച്ചു. പോളിച്ചേട്ടാ അത് തീർക്കാനായിട്ട് എന്തെങ്കിലും. ഞാൻ പറഞ്ഞു തീർക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ അവിടെ ചെന്നാൽ ഓട്ടോറിക്ഷ മെമ്പർ അവിടെ ഉണ്ടെങ്കിൽ മെമ്പറോട് പറയാം, അല്ലെങ്കിൽ ആ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അത് ഈ സ്റ്റാൻഡിന്റെ ഈ ഷെഡിന്റെ പുറകിൽ വരെ നിങ്ങൾ സ്ഥലം എടുത്തോ, ഞങ്ങൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞാൽ അപ്പം തീരും വിഷയം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അടിച്ചത് ഞാൻ കണ്ടിട്ടായില്ല. ഇത് കഴിഞ്ഞപ്പോഴാണ് ഇത് അറിയണത്. അപ്പൊ ഇതാണ് ഇതിലെ വിഷയം. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെയിറ്റ് ഷെഡ് കെട്ടാനും ഈ വേസ്റ്റ് ബോക്സ് വെക്കാനും ഈ പോസ്റ്റ് ഇടാനും ഈ മരം ഇത്രയും വലുതായിട്ട് നിൽക്കാനും സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത്രയും നിൽക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ഈ ഉദ്യോഗസ്ഥര്, അതായത് താലൂക്കിൽ നിന്ന് വന്നിട്ടുള്ള താലൂക്ക് സർവേയർ ഇവിടെ കയറ്റി ടാറിംഗ് റോഡിന്റെ തൊട്ടടുത്ത് കുറ്റിയിട്ടു? അതാണ് നമുക്ക് ഇപ്പൊ നാട്ടുകാർ ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് എത്രത്തോളം അവർ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്രയും വ്യക്തമായിട്ട് ഇവിടെ ഈ വഴിയായിട്ട് കിടക്കുമ്പോൾ ഈ സാധനമൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എന്നിട്ട് അവർ വലിയൊരു അവതാരം പോലെ ഈ വെയിറ്റിംഗ് ഷെഡ് ഒഴിവാക്കാന്ന് അങ്ങനെ പറഞ്ഞില്ലേ? വെയിറ്റിംഗ് ഷെഡ് ഒഴിവാക്കാന്ന് ഒരു സൗജന്യം ഇപ്പൊ പറയണത് 1 മീറ്റർ വിട്ടുതരാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതല്ല ആവശ്യം. ഇവിടെ ഇത്രയും രീതിയിൽ 15 മീറ്ററെങ്കിലും, അതിപ്പോ മെമ്പർ പറഞ്ഞുകൊണ്ട് മെമ്പർ നമുക്കിപ്പോ 15 മീറ്ററെങ്കിലും എന്നുള്ള നിലയ്ക്ക് അത് കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറാണ്. എന്നിട്ട് തയ്യാറാവാത്തതുകൊണ്ടാണ് ഇനി നമ്മൾ അടുത്ത നടപടിയായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങളെ വിളിച്ചു അതിനാണ്. ഇതൊക്കെ ജനങ്ങൾ അറിയണതോ? നമ്മൾ രഹസ്യമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലത്. ഇത് പരസ്യമായിട്ട് ആളുകൾ അറിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥകൾ ബോധ്യപ്പെടണം. ഇത് 50 വർഷം മുമ്പുള്ള പട്ടികയല്ല, ഈ 2022 ഉണ്ടാക്കിയെടുത്ത സാധനമാണിത്. അപ്പൊ അതുകൊണ്ട് അന്ന് അവർക്ക് അത് ഒരു വിട്ടുവെച്ച് ചെയ്യാറുന്നു. ഇത്രയും സ്ഥലമെങ്കിലും വിട്ടുതന്ന് ഇപ്പൊ ഇപ്പുറത്തുള്ള നാരായണൻ അടക്കം പറഞ്ഞിട്ടുണ്ട് സ്ഥലം നമുക്ക് വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ റോഡിന് അവിടെ സ്റ്റേജ് ആയാലും വേറെ എതിർപ്പ് പറഞ്ഞിട്ടില്ല. കാരണം അന്ന് ഞാൻ മെമ്പറായിരിക്കുമ്പോൾ ആ ഷെഡിന് നമ്പർ കൊടുത്താ. അന്ന് അദ്ദേഹത്തിന് കിഡ്നി പേഷ്യന്റ് ആയതുകൊണ്ട് ഒരു ജ്യൂസ് കഴിച്ച് മിക്സി ഒക്കെ ഗ്രൈൻഡർ ഇതൊക്കെ വെക്കണമെങ്കിൽ അവർക്ക് ഒരു കറണ്ട് വേണം. അത് ഇലക്ട്രിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് TP നമ്പർ ഇട്ട് കൊടുത്താൽ അത് ആ നമ്പർ പ്രകാരമാണ് അതിന് നമ്പർ കിട്ടിയത്, അത് കറണ്ട് കിട്ടിയത്. അതിനുശേഷം അവർ ഇറക്കി എടുത്തിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പൊ അവിടെ ഒരു വണ്ടി ബസ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉണ്ടായാലാണ് ഈ പറഞ്ഞ വലിയ വികസനത്തിലേക്ക് വരുന്ന ജംഗ്ഷൻ. ഇപ്പൊ നിങ്ങൾ നോക്കിയോ, ഇവിടെ വലിയ 3 ലോഡ്ജ് ഉണ്ട്. മനസ്സിലായി? ഇതൊക്കെ ഒരുപാട് ആളുകൾ വന്ന് താമസിക്കാൻ വരും. അവര് വണ്ടികൾ പാർക്ക് ചെയ്യണ്ടേ? എവിടെയെങ്കിലും നമ്മൾ വായുവിൽ വണ്ടി നിർത്താൻ പറ്റുമോ? ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അതിനിടയ്ക്ക് ഒരു സംസാരം വന്നു, അപ്പുറത്തുനിന്ന് സ്ഥലം എടുക്കണം. ഞങ്ങൾ വരുമ്പോ ആ സ്ഥലത്തിന്റെ ബൗണ്ടറി അന്നും അങ്ങനെ തന്നെയാണ് അല്ലേ? ഇല്ല, എതിരുണ്ടാക്കിയില്ല വിശേഷേ. ആ ബൗണ്ടറി അങ്ങനെ നിൽക്കുന്നതും ഇവിടെ എങ്ങനെ ഇറങ്ങിയിരുന്നത് ഞങ്ങൾ കണ്ടേക്കാണ്. അപ്പൊ എങ്ങനെ ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് അവരോട് ആവശ്യപ്പെടാൻ എനിക്ക് പറ്റില്ല, നമുക്ക് മനസ്സിലാക്കി കൊടുത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞങ്ങള് റോഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ദേശവിളക്കിന് വേണ്ടി അമ്പലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലം ഇവിടെ നമുക്ക് വിട്ടുകിട്ടണം. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഇനി തയ്യാറല്ല. കാരണം ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും വെല്ലുവിളി ഈ നാട്ടുകാരോട് നടത്തുമ്പോൾ അതിന് എതിരെ നമ്മൾ ഇനിയിപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഏത് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ റോഡ് പണി ഇങ്ങനെ ഈ ചെറിയ വീതിയിൽ റോഡ് പണിത് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല.
ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർ നേതൃത്വത്തിൽ വഴിപണി തടയും. അതുകൂടി നിങ്ങളെ അറിയിക്കണം. അതായത് ഈ നമ്മൾ അവിടെ ഷീജയുടെ വീടിൻ്റെ അപ്പുറത്ത്, സന്തോഷിന്റെ വീടിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് അവിടെ വെച്ച് വഴിപണി നിർത്തിച്ചിട്ട് ഇതിന് വീതി കിട്ടിയില്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് ക്ഷേത്രം പൊതുയോഗത്തിന്റെയും ഈ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളുടെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും തീരുമാനം. ഈ തീരുമാനം കൂടി ജനങ്ങളെ നിങ്ങൾ അറിയിക്കണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഞങ്ങൾ വരും തലമുറയോട് ചെയ്യുന്ന ചതിയാണ്. ആ ചതിക്ക് കൂട്ടുവെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇവിടെ കുറച്ച് പേര് പേടിപ്പിച്ചാൽ ആ പേടിപ്പിക്കലിൽ ഒതുങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ പോയാൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളോടും അടുത്ത തലമുറയോടും ചെയ്യുന്നത് തെറ്റാ. അപ്പോൾ അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. വിജീഷേ,